ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ തെലുഗു ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ആക്ഷൻ ഫാന്റസി ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന കണ്ണപ്പ. ഇന്ന് ആദ്യ ദിവസം തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ ഇതിനോടകം തന്നെ പ്രേക്ഷകർ എല്ലാം തന്നെ കണ്ടിരിക്കുമല്ലോ. ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സിനിമയുടെ മുഴുനീള പ്രതികരണങ്ങൾ, ആദ്യ ഷോയ്ക്ക് ശേഷമുള്ള പ്രതികരണങ്ങൾ എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് പ്രകാരം പ്രതീക്ഷ ലെവൽ അഭിപ്രായങ്ങൾ തന്നെയാണ് കേരളത്തിൽ സിനിമ നേരിടുത്തിരിക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിലെ വിദേശത്തു നിന്നുള്ള പ്രീമിയറിനെല്ലാം തന്നെ ശേഷം സിനിമ ആവറേജ് കണ്ടിരിക്കാം ലെവൽ അഭിപ്രായങ്ങൾ നേരിടുത്തെങ്കിൽ ഇങ്ങ് കേരളത്തിൽ സിനിമ നല്ല നെഗറ്റീവാണ് നേരിടുത്തിരിക്കുന്നത്. നേരത്തെ 2 വർഷം മുന്നേ എല്ലാം തന്നെ ആദിപുരുഷ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ ആ സിനിമയ്ക്കെല്ലാം തന്നെ എന്ത് അഭിപ്രായമാണോ ലഭ്യമായത് അതേ ലെവൽ അഭിപ്രായങ്ങളാണ് ഇവിടെ കണ്ണപ്പയ്ക്കും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. സീരിയൽ നിലവാരമുള്ള സിനിമ എന്നൊരു അഭിപ്രായം കൂടി പുറത്തു വരുന്നുണ്ട്. സിനിമയിലെ പല മേഖലകൾക്കും ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് വന്നിരിക്കുന്നത്. എന്നാൽ 1-2 പോസിറ്റീവുകൾ സിനിമയിൽ ഉണ്ടെങ്കിൽ അതിലൊന്ന് നമ്മുടെ ലാലേട്ടനാണ് എന്നൊരു അഭിപ്രായമാണ് ഇതിനോടകം തന്നെ വന്നിരിക്കുന്നത്. ലാലേട്ടൻ വളരെ കുറച്ച് പ്രഭാസിനേക്കാൾ താഴെയുള്ള ഡ്യൂറേഷനിലെ ലാലേട്ടൻ സിനിമയിലുള്ളൂവെങ്കിൽ പോലും ലാലേട്ടനുള്ള ഭാഗങ്ങൾ ലാലേട്ടൻ സ്കോർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ രംഗങ്ങൾ മികച്ചതാക്കുകയും ചെയ്തു എന്നൊരു അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടനും പ്രഭാസമാണ് ആകെ മൊത്തത്തിൽ സിനിമയിൽ മികച്ചത് എന്നൊരു അഭിപ്രായമാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. നേരത്തെ അന്യഭാഷ അഭിപ്രായങ്ങൾ, ഓവർസീസ് അഭിപ്രായങ്ങളെല്ലാം തന്നെ വന്നപ്പോൾ പ്രഭാസിന് ഒരുപാട് മികച്ച അഭിപ്രായങ്ങൾ വരുന്നൊരു കാഴ്ച, സിനിമയിൽ ഭേദപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്നൊരു അഭിപ്രായം വന്നിരുന്നു. ഇപ്പോഴത്തെ സമാന അഭിപ്രായങ്ങൾ ലാലേട്ടനും നേരിടുമ്പോൾ സിനിമയിലെ 2 കാമിയോ റോളുകൾ മികച്ചതായി മാറിയിരിക്കുന്നു. എന്നാൽ അക്ഷയ് കുമാർ സിനിമയിൽ വൻ ശോകമാണ് എന്നൊരു അഭിപ്രായമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അഭിപ്രായം. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നെഗറ്റീവ്, കടുത്ത നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ കണ്ണപ്പ എന്ന സിനിമ അന്യഭാഷാ സിനിമാ പ്രേമികൾക്കിടയിൽ കണ്ടിരിക്കാമെന്നൊരു അഭിപ്രായം നേരിടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു അഭിപ്രായം വന്നതുകൊണ്ടാകാം ഇപ്പോഴത്തെ മണിക്കൂറിൽ 10,000-ന് മുകളിൽ 11,000-ന് മുകളിലെ ടിക്കറ്റുകളെല്ലാം തന്നെ സിനിമയുടേതായിട്ട് ബുക്ക് മൈ ഷോ വഴി വിറ്റഴിക്കുന്നുണ്ട്. എന്തായാലും സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾക്ക് പ്രേക്ഷകർ കാത്തിരിക്കൂ.